അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ തെക്ക് ഭാഗത്തുള്ള മസ്ജിദുൽ ഹമാമയോട് അടുത്തുകൊണ്ടാണുള്ളത്. ഈ മസ്ജിദുൽ ഹമാമയുടെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരുപാട് പ്രാവിൻ കൂട്ടങ്ങളെ കാണാൻ പറ്റും. അതുപോലെ ഉയരമുള്ള എല്ലാ ബിൽഡിങ്ങിന്റെ മുകളിലും പ്രാവുകൾ വന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു കാഴ്ച കൂടെ ഞാൻ കാണിച്ചു തരാം. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുബ്ബത്തുൽ ഖളറ ആണ്. മാഷാ അല്ലാഹ്, ലോകാലങ്കൃതമായി ലംഘുന്ന പച്ചക്കുബ്ബ. ഈ ഖുബ്ബയുടെ മുകളിൽ ഒരു പ്രാവോ ഒരു പക്ഷിയോ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ആ പ്രാവുകൾക്കറിയാം ഇതിന്റെ ചോടയുള്ളത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാവും ആ കുബ്ബയുടെ മുകളിൽ വന്നിരുന്ന് കാഷ്ടിക്കാത്തതും ആ കുബ്ബയെ മലീമസമാക്കാത്തതും. പ്രാവുകൾക്കുള്ള ബഹുമാനം പോലും ആധുനിക കാലഘട്ടങ്ങളിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മനുഷ്യൻ കാണിക്കാത്ത അവസ്ഥ എത്രമേൽ പരിതാപകരമാണ്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ കഅബാലയം. കറുപ്പ് പുതച്ച കഅബാലയത്തിന്റെ കില്ലയിൽ ഒരിക്കൽ പോലും ഒരു പ്രാവ് കാഷ്ടിച്ചതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പക്ഷികൾ മലീമസമാക്കിയതോ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് ഉൾക്കൊണ്ട പക്ഷികളുടെ ആ ഒരു സ്വഭാവം നമുക്ക് വ്യക്തമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രാവുകളും പക്ഷികളും പറവകളും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അല്ലാഹു മുത്തുനബിയെ സ്നേഹിക്കുന്ന വിജയികളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.